സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മയുടെ നാട്ടിലൂടെയുള്ള ഒരു യാത്രയുടെ മികച്ചൊരു അനുഭവമാണ് കേട്ടോ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലുള്ള കരുവാരക്കുണ്ടാണ് കേട്ടോ അമ്മയുടെ നാട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കരുവാരക്കുണ്ട്. ഇന്ന് ഞങ്ങൾ ഒത്തുകൂടാൻ കാരണം ഞങ്ങൾക്കൊരു പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലാണ് നമ്മളെല്ലാവരും ഒത്തുചേരുന്നത്. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ ഏറ്റവും മനോഹരമാക്കാൻ, ആ നിമിഷം അത്രയേറെ ആസ്വദിക്കാൻ ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കേട്ടോ. അതുപോലെ തന്നെ പൂർത്തിയാക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവർക്കും ജോലി തിരക്കും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള തിരക്കിലും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില ഫങ്ഷൻസൊക്കെ ഞങ്ങൾക്ക് വന്നുകൂടുന്നത്. ആ സമയത്ത് ഓടിയെത്താൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് ഞങ്ങൾ. അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹവും. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളിലാണ് ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ നടത്താറ്. ചുരുക്കി പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വരെ വളരെ നല്ലൊരു അനുഭവം സമ്മാനിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ യാത്രകൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ നിന്നും ഫോണിൽ നിന്നൊക്കെ മാറിയിരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒത്തിരിയേറെ സമാധാനം കിട്ടാറുണ്ട് അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആസ്വദിക്കുന്നതും കാടകത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. കാടകം കാണുക എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് അവരെ സേഫാക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ അതുമാത്രമല്ല, മഴക്കാലമാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വഴുക്കാനും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ട് പേടിക്കാനുള്ളത്. വെള്ളത്തിൻ്റെ ലെവൽ എപ്പോൾ വേണമെങ്കിലും ഉയരാം. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കാതിരിക്കുക. ഇതാണ് ഞങ്ങളുടെ സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടം. പേര് പോലെ തന്നെ മനോഹരമാണ് കേട്ടോ സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടം. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുടെ ആ ഒരു വിരുന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിന് അത്രയേറെ സന്തോഷം നൽകുന്നതാണ്. എന്താണെന്നറിയില്ല, ഈ വെള്ളത്തിനൊരു പ്രത്യേക ഒരു പച്ച ഷെയ്ഡുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഷെയ്ഡുള്ള വെള്ളം കാണാൻ തന്നെ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ എനിക്ക് തോന്നി. അതെൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു വെള്ളത്തിൻ്റെ ഷെയ്ഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുഞ്ഞുങ്ങളും ഞങ്ങളൊക്കെ ഒത്തിരി വെള്ളത്തിലൊക്കെ കളിക്കുകയും നീന്തി തുടിക്കുകയൊക്കെ ചെയ്തു. കുട്ടികൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ഈ യാത്ര സമ്മാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങൾ കണ്ടെത്താനാണ് ഇപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നത്. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമായിരിക്കുന്ന ലോകത്ത് നിന്നും അത് കുറച്ചുകൂടി വലിയ ലോകമായി മാറുമ്പോൾ നമ്മുടെ ചിരികളും സന്തോഷങ്ങളും കൂടുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, എല്ലാ കൂട്ടത്തിലും കൂടാൻ പറ്റുന്ന നല്ല ബന്ധങ്ങൾ കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ തന്നെയാണ് അടുത്ത തലമുറ അത് കണ്ട് വളരുന്നതും നമ്മൾ ഒരു സമൂഹത്തിന് മാതൃകയാവുന്നതും. എന്തൊക്കെയായാലും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് കാണണം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, കാട് കാണുക, കാടിനെ അനുഭവിക്കുക, കാടിനെ കേൾക്കുക, ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല അനുഭൂതിയും നല്ല അനുഭവവും തന്നെയാണ് സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടം ഒരുക്കി വയ്ക്കുന്നത്. എന്തായാലും ഈ തിരിച്ചു പോകുന്ന യാത്രയിൽ പോലും ഏറ്റവും നല്ല നിമിഷങ്ങളുമായിട്ടാണ്, അത് മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്നുള്ള ഒരു സന്തോഷം കൂടി മനസ്സിലുണ്ട്. എല്ലാവരും ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുക. കുട്ടികൾക്ക് മാക്സിമം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്യാം. എല്ലാവരോടും സ്നേഹം മാത്രം.